നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ ഒരുവിധ സുഖം തന്നെ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന അവിയലാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് ഇത് ഏത്തക്കായാണ്. ഏത്തക്കായ ചില സ്ഥലങ്ങളിൽ നേന്ത്രക്കായ എന്നും പറയും. അതിന് ഇത്ര നീളത്തിൽ അരിഞ്ഞ് കുറച്ച് സമയം, അതിനൊരു കറയുണ്ട്, ഒരു ബ്രൗൺ കളറിൽ, അത് പോകുന്നതിന് വേണ്ടിയിട്ട് കാടി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. നമ്മൾ കഞ്ഞി വയ്ക്കാൻ വേണ്ടി അരി കഴുകുന്ന വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചേക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നെടുത്ത് 2 വെള്ളത്തിൽ വേറെ കഴുകിയതാണ് ഇത്. നേന്ത്രക്ക, വെള്ളരിക്ക, കുറച്ച് വെള്ളരിക്ക, അതിനാവശ്യമായ മുരിങ്ങയ്ക്ക, പിന്നെ ഇത് പടവല, ഇത് പിന്നെ കത്തിരിക്ക, പിന്നീട് പച്ചമുളക്, കറിവേപ്പില, ചീനി വെളിക്ക ഇതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒരു അവിയൽ തയ്യാറാക്കുന്ന പാത്രത്തിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കും. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യട്ടെ. ഞാൻ പച്ചക്കറികളെല്ലാം കൂടി ഈ പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് ആക്കി. വലിയ പാത്രം എടുത്ത് തന്നെ വിശാലമായിട്ട് ഇളക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റിൽ വെച്ചേക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. ഉരുളക്കിഴങ്ങ്, സവാള, അതെല്ലാം ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ക്യാരറ്റും ചേനയും മസ്റ്റ് ചേർക്കുന്നത് ഇഷ്ടമുണ്ട്. അത് ഈ പച്ചക്കറി കൂടെ കിട്ടിയില്ല. അങ്ങനെ എല്ലാം കുഴച്ച് അരമണിക്കൂർ റെസ്റ്റിൽ വെച്ചൊക്കെയാണ് വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട്. ഗ്യാസ് കത്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞു. അതിന് വേണ്ടി ചേർക്കുന്നതിന് വേണ്ടി ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് തേങ്ങ, പച്ചമുളക്, 2 വലിയ പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. വറ്റൽമുളകിൻ്റെ പൊടി ചേർക്കുന്നില്ല. അത് ഞാൻ ഈ ഇതിലേക്ക് ചേർക്കുകയാണ്. കറിവേപ്പില മസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള കല്ലുപ്പ് ചേർക്കുന്നു. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഏത്തക്ക വേകുന്നതിന് വേണ്ടി കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇതിനെ ഞാൻ ഗ്യാസ് കത്തിച്ച് വയ്ക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് കമൻറ്റ് എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതിന്ന് തിളച്ച് അങ്ങനെയാവട്ടെ. ഇനിയും നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ഈ സ്പെഷ്യൽ അവിയൽ ചേർക്കാനുണ്ട്. ശരി, ഇതിന് വേണ്ടോട്ടെ. എൻ്റെ അവിയൽ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ടെന്ന്. ഒന്ന് തൈരാണ്, കട്ട തൈര് 2 ടീസ്പൂൺ തൈര് ചേർത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് എണ്ണ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇനിയും വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ആദ്യമേ തന്നെ ചേർത്തതുകൊണ്ട്. അങ്ങനെ എൻ്റെ അവിയൽ റെഡിയായി. അവിയലും ചോറും എന്താ ടേസ്റ്റ് ആയിരിക്കും എന്നാ, നല്ല ടേസ്റ്റ്. പിന്നെ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ചോറും അവിയലുമായിട്ടൊന്ന് കഴിക്കട്ടെ. അങ്ങനെ ഇന്ന് തയ്യാറാക്കിയ സ്പെഷ്യൽ അവിയലും ചോറും കൂടെ ഞാൻ കഴിക്കുകയാണ്. അവിയൽ ധാരാളം എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ ഡബിൾ അവിയൽ എടുത്തു. അവിയൽ ചോറുമായിട്ട് മിക്സ് ചെയ്ത് എല്ലാവരും ഇതുപോലെ അവിയൽ ഉണ്ടാക്കണം കേട്ടോ.